ഞാനും കണ്ടിട്ടുണ്ട് പല മാതാപിതാക്കളും മക്കൾക്ക് ഇങ്ങനെ വാരിക്കോരി എല്ലാം ചെയ്തു കൊടുത്ത് മക്കളെ ഇങ്ങനെ സേഫാക്കി ചിറകിൻ്റെ അടിയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും. ഒരു പ്രായം വരെ മക്കളിങ്ങനെ സുഖിച്ച് വളർന്നുകൊണ്ടിരിക്കും. അതൊരു 25 വയസ്സായാലും 30 വയസ്സായാലും ഈ മാതാപിതാക്കൾ നിർത്തുകയുമില്ല. ഇവർക്ക് പ്രായമായി ഇവർക്ക് പറ്റില്ലാതെ ആയിക്കഴിഞ്ഞാലും മക്കളെ കൊണ്ട് ഒരു കാര്യവും ചെയ്യിപ്പിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന മാതാപിതാക്കളുണ്ട്. കുറേ കഴിയുമ്പോൾ എന്ത് പറ്റുമെന്നറിയാം, ഈ മക്കളൊരു വർത്തമാനം തിരിച്ചു പറയുന്നത് കേൾക്കാം. ഇവർ സത്യസന്ധമായിട്ടും ആത്മാർത്ഥതയോടും കൂടിയായിരിക്കും മാതാപിതാക്കൾ ചെയ്തത്. പക്ഷേ ഈ മക്കൾ പറയും, ഞങ്ങളെ കൊണ്ട് ഒരു കാര്യവും ചെയ്യിപ്പിക്കാതെ ഞങ്ങളെ പുറകെ നടന്നിട്ടല്ലേ ഞങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ അറിയാമല്ല എന്നിങ്ങനെ പറയും. പക്ഷേ നിങ്ങളെ മാതാപിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മക്കളെ കുഞ്ഞുനാൾ തൊട്ട് അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് പ്രായമാകുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സങ്കടം വരാറുണ്ട്. കാരണം എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ, എല്ലാം ചെയ്തത് നിങ്ങളല്ലേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന മക്കളുണ്ട്. നമ്മളോർക്കും ഇല്ല എന്ന്, എല്ലാ സൗകര്യത്തിലും കഴിഞ്ഞിട്ടും ധിക്കാരം പറയുന്ന മക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് മിക്ക വീടുകളിൽ തന്നെ ഉണ്ട്. അല്ലാണ്ട് അങ്ങനെയുള്ള മക്കൾ പറഞ്ഞു വരുമ്പം മാതാപിതാക്കളെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതേപോലെ നിങ്ങൾ അറിയണ്ട, നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യിപ്പിച്ചില്ലല്ലോ, നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയും. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് വിടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ മാതാപിതാക്കൾ പുറകെ നടന്ന് അവരെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കാതിരിക്കുക. പ്രോജക്റ്റ് ചെയ്യുന്നതും അസൈൻമെൻറ്റ് ചെയ്യുന്നതും എല്ലാം മാതാപിതാക്കൾ ചെയ്യുന്ന വീടുകളുണ്ട്. ഒത്തിരി പിള്ളേർക്ക് എഴുതി കൊടുക്കുന്നതും ഹോംവർക്ക് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ മാതാപിതാക്കളുണ്ട്. അതൊക്കെ നമ്മുടെ മക്കളെ ചീത്തയാക്കുന്ന സ്വഭാവമാണ്. അവരോട് ചെയ്യാൻ പറയുക, അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അത് എത്ര പ്രായമായാലും അവരെ അവരുടേതായ രീതിയിൽ അങ്ങ് വിടുക. അല്ലാണ്ട് അവരുടെ പ്രായമായ മക്കളെ പുറകെ നടക്കുക, പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പുറകെ നടക്കുന്ന സ്വഭാവം നമ്മൾ നിർത്തുക. അവർക്കൊരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിൽ വിടാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സ്വഭാവം നമ്മൾ നിർത്തി നോക്കിക്കേ, മക്കൾ അവരവരുടെ കാര്യം ചെയ്യുകയും അവരവരുടെ കാര്യം നോക്കാൻ പ്രാപ്തരാകുകയും ചെയ്യും. അല്ലാതെ എപ്പോഴും ഈ ചിറകിൻ്റെ അടിയിൽ വെച്ചുകൊണ്ട് ഇരിക്കുന്നത് ആ സ്വഭാവം നല്ലതല്ല. ശരിയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി.